പത്തിയൂർ ഗ്രാമപഞ്ചായത്തിനെ വർണ്ണാഭമാക്കുന്നതിനായി ഗ്രാമഭംഗി പദ്ധതിക്ക് തുടക്കം. ഗ്രാമസൗന്ദര്യം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ഭഗവതിപ്പടി മല്ലിക്കാട്ട് കടവ് റോഡരികിൽ പൂച്ചെടികൾ നട്ടുകൊണ്ട് യു പ്രതിഭ MLA നിർവഹിച്ചു. പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമഭംഗി എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഹരിത കേരള മിഷന്റെ ഭാഗമായിട്ടുള്ള മാലിന്യമുക്ത നവകേരളം പദ്ധതി സംസ്ഥാനത്ത് ഒട്ടാകെ നടന്നുവരികയാണ്. അതിന്റെ ഭാഗമായി പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ഗ്രാമ സൗന്ദര്യവൽക്കരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഗ്രാമഭംഗി എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രധാന റോഡുകളായ കാക്കനാട് ചെട്ടികുളങ്ങര റോഡ്, ഭഗവതിപ്പടി മല്ലിക്കാട്ട് കടവ് റോഡ്, ഏവൂർ മുട്ടം റോഡ് അടക്കമുള്ള പഞ്ചായത്തിലെ 14 റോഡുകളാണ് ആദ്യഘട്ടമായി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ റോഡുകളുടെ ഇരുവശങ്ങളിലും വൃത്തിയാക്കി പൂച്ചെടികൾ, ഔഷധ സസ്യങ്ങൾ, ഫലവൃക്ഷങ്ങൾ, തണൽ മരങ്ങൾ എന്നിവ നട്ടുപിടിപ്പിച്ച് പരിപാലിക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പദ്ധതി നടപ്പിലാക്കുന്നതോടെ പഞ്ചായത്തിന്റെ മുൻ പദ്ധതിയായ വലിച്ചെറിയൽ മുക്ത പഞ്ചായത്ത് എന്ന പദ്ധതിക്ക് ഏറെ തിളക്കം കൂട്ടുന്നു. ഈ പദ്ധതിയുടെ തുടർച്ചയായി പഞ്ചായത്തിലെ പൊതുകുളങ്ങൾ, ചാലുകൾ എന്നിവ നവീകരിക്കുകയും വീടുകളിലെ അടുക്കള മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനായി മുഴുവൻ വീടുകളിലും മാർക്കറ്റിൽ 4290 രൂപ വിലയുള്ള കിച്ചൺ ബിന്നുകൾ 429 രൂപ ഗുണഭോക്തൃ വിഹിതം മാത്രം വാങ്ങിച്ചുകൊണ്ട് വിതരണം ചെയ്യുവാനും പദ്ധതി ലക്ഷ്യമിടുന്നു. ഗ്രാമപഞ്ചായത്തിലെ MGNREGSനെയും കുടുംബശ്രീയെയും മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന ഈ പദ്ധതിയിൽ നാട്ടിലെ എല്ലാ ബഹുജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടന യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് L. ഉഷ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ MLA അഡ്വക്കേറ്റ് യു പ്രതിഭ കേരളത്തിലെ തന്നെ വ്യത്യസ്തമായ ഗ്രാമഭംഗി എന്ന പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഏറ്റവും ശക്തിയുള്ള ഒരു അധികാര സ്ഥാനമാണ് പ്രാദേശിക ഗവൺമെന്റ് എന്ന തരത്തില് നമ്മുടെ പഞ്ചായത്ത് സംവിധാനം. അപ്പൊ ആ പഞ്ചായത്ത് സംവിധാനത്തിലാണ് അരികിൽ എന്ന ഈ പദ്ധതി ഇപ്പോൾ ഭംഗിയായിട്ട് നടപ്പാക്കുന്നത്. മറ്റൊരു കാര്യം ഗ്രാമഭംഗി എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പറയും, നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ കുഞ്ഞു ക്ലാസ്സിലെ കവി പാടിയത് പഠിച്ചിട്ടുണ്ടല്ലേ, നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൻപുറത്ത് എവിടെ നോക്കിയാലും മനോഹരമായ കാഴ്ചകൾ മാത്രമാണുള്ളത്. എന്നാൽ ആ മനോഹരമായ കാഴ്ചകൾക്ക് മുകളിലേക്കാണ് മനുഷ്യൻ ആധുനിക സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള മാലിന്യം, നമ്മളുടെ എല്ലാം വീട്ടിൽ നിന്ന് മിച്ചം വരുന്ന മാലിന്യം നമ്മൾ വലിച്ചെറിഞ്ഞത്. എല്ലാവരുടെയും ഒരു ചിന്ത നമ്മുടെ വീട്ടിൽ ഈ അഴുക്ക് മറ്റെവിടെങ്കിലും പോയി വീഴട്ടെ എന്നുള്ളതാണ്. അങ്ങനെ വലിച്ചെറിഞ്ഞെറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് കേരളം ഒരു മാലിന്യ കൂമ്പാരമായി മാറി. നമുക്ക് ഒരു തിരിച്ചുവരവ് അസാധ്യമെന്ന് തോന്നിയ സ്ഥലത്താണ് ഹരിത കേരളം എന്ന പദ്ധതിയിലൂടെ ഗവൺമെന്റ് നശിച്ചു പോയിരുന്ന പുഴകളെയും മാലിന്യമുക്തമായിരുന്ന നടപടികളെയും ഇടവഴികളെയും ഒക്കെ തന്നെ ഭംഗിയാക്കാൻ വേണ്ടി ഹരിത കേരളം എന്നൊരു വലിയ ക്യാമ്പയിൻ ആരംഭിച്ചു. 2016-17 കാലത്ത് ആരംഭിച്ചു. എന്നാൽ ഇന്ന് നവകേരളത്തിലേക്ക്, മാലിന്യമുക്ത നവകേരളത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു ചെലപ്പൻ സ്വാഗതം രേഖപ്പെടുത്തി. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം KG സന്തോഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സിന്ധു മധുകുമാർ, B. പവിത്രൻ, അനിത രാജേന്ദ്രൻ, ജനപ്രതിനിധികളായ ലീല ഗോകുൽ, അമ്പിളി വിജു, ശ്രീദേവി, ശ്രീലേഖ അനിൽകുമാർ, ദീപക് കരുവ, ജയപ്രകാശ്, കുടുംബശ്രീ ചെയർപേഴ്സൺ TN മണിയമ്മ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ S. ഗോപിനാഥപിള്ള, ആസൂത്രണ സമിതി അംഗങ്ങളായിട്ടുള്ള K. സുകുമാരൻ, R. ആനന്ദൻ, പത്തിയൂർ ശ്രീകുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായിട്ടുള്ള KH ബാബുജാൻ, N. ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി S. സിന്ധു യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തി. CDNet ന്യൂസ്, പത്തിയൂർ.